ജോയിയുടെ അഴുകിയ മൃതദേഹവും മുതലാക്കുവാനെത്തിയ അന്തംഗമ്മികൾ. തിരുവനന്തപുരം നരകസഭയുടെയും സർക്കാരിൻ്റെയും അനാസ്ഥ കൊണ്ട് നഗരത്തിലെ മാലിന്യക്കൂമ്പാരമായി മാറിയ ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ ജോയിയുടെ അഴുകിയ മൃതദേഹം പോലും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ച് അന്തംഗമ്മികൾ രംഗത്ത്. ജോയിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലായിരുന്നു നാടകങ്ങൾ അരങ്ങേറിയത്. അതിലേറ്റവും അസഹ്യം മേയർ ആര്യ രാജേന്ദ്രൻ്റെ മുതലക്കണ്ണീരായിരുന്നു. ജോയിയുടെ ജീവൻ രക്ഷിക്കാനായില്ലോ എന്ന് പറഞ്ഞായിരുന്നു മേയറുടെ കരച്ചിൽ. ഉടൻ തന്നെ മാപ്രകൾ വിങ്ങിപ്പൊട്ടി മേയർ എന്ന തലക്കെട്ടോടെ കരച്ചിൽ ലൈവും കൊടുത്തു. ഇവിടെ എന്താണ് സംഭവം എന്നറിയുവാൻ ഗോവിന്ദാചാര്യനും എത്തിയിട്ടുണ്ടായിരുന്നു. മൃതദേഹം അഴുകിയിരുന്നതിനാൽ നാറ്റമടിക്കാതിരിക്കാനുള്ള മുൻകരുതലുമായി മന്ത്രി എം പി രാജേഷും സ്ഥലത്തെത്തിയിരുന്നു. വായു മൂടിക്കെട്ടി നിന്ന് സർക്കാർ പ്രതിനിധിയായി വന്ന് എന്നാപുട്ട പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല. എന്തോ പറഞ്ഞൊപ്പിച്ച് ആശാനും സ്ഥലം വിട്ടു. അപകടത്തിൽ ദാരുണമായി ജോയിയുടെ വിയോഗത്തിനുള്ള അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും മുക്കി ഒടുവിൽ നക്കാപ്പിച്ചയ്ക്ക് ആമയിഴഞ്ചാൻ തൊട്ടിൽ കുരുതി കൊടുക്കപ്പെട്ട ജോയിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തപ്പോഴുള്ള ആ സമയത്ത് അവിടെ അരങ്ങേറിയ രാഷ്ട്രീയ മുതലെടുപ്പുകൾ കണ്ടാലും ദുരന്ത മേഖലയിൽ പറന്നെത്താറുള്ള പ്രാഞ്ചികൾ മാത്രമാണ് ഇനി എത്താനുള്ളത്. അതുപോലെ തന്നെ കുവൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ കൂടും കുടുക്കയുമായി കുവൈറ്റിലേക്ക് ചാടി പുറപ്പെടാൻ ഓടിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെയും എന്തോ അവിടെയൊന്നും കണ്ടില്ല. ഇതിന് പോകാൻ പറ്റിയ സാരി മേടിക്കാൻ പോയിരിക്കുകയാണെന്ന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.